ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിക് ടാക്കിൽ ഫ്ലവർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ചാനലുകളൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഇടണേ. ഇതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു പെപ്സ്, റെഡ് കളറ് ഫോം ഫ്ലവർ, ഒരു പേള്, പിന്നെ അത് ബേസ് സെറ്റ് ചെയ്യണത് സ്റ്റിഫിലാണ്. ഫെൽറ്റ് ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഫോം ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മുടെ നെക്കി കൊടുക്കുന്ന സ്റ്റിഫ് ഷീറ്റില്ലേ, അത് 1 രൂപ കോയിൻ്റെ വട്ടത്തിൽ, കോയിൻ്റെ ആ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. വരച്ച് കറക്റ്റ് ആ റൗണ്ടാണെങ്കിൽ മാത്രമാണ് നമുക്കത് വെക്കാൻ പറ്റുമോ, വെക്കുമ്പോൾ പുറത്ത് കാണാതിരിക്കുള്ളൂ. ഇതൊരു ബേസായിട്ടാണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ബാക്കിയത്തെ അതിൽ തന്നെ ഒട്ടിക്കാം. പിന്നെ ഫോം ഫ്ലവറിൽ നെറ്റ് ചുറ്റും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കമ്പി ഉണ്ട് അതിൻ്റെ ഇങ്ങനെ നീണ്ടു നിൽക്കണ, ആ കമ്പിയോട് ചേർത്ത് നമ്മൾ കട്ട് ചെയ്യരുത്. ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതളുകളൊക്കെ വിട്ടുപോരും. അപ്പോൾ ചേർത്ത് കട്ട് ചെയ്യാതെ കുറച്ച് മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അമർത്തി വെക്കണം. അല്ലെങ്കിൽ അത് ലൂസായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ വിട്ട് പോരാൻ സാധ്യതയുണ്ട്. എല്ലാ ഇതളും ചിലപ്പോൾ ഗമ്മായിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ് നമ്മളതിലേക്ക് സെറ്റ് ചെയ്യണത് എല്ലാം പെപ്സും ഫ്ലവറും ഒക്കെ സെറ്റ് ചെയ്യണത് ഈ സ്റ്റിഫിലേക്കാണ്. അതുപോലെ തന്നെ പെപ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചേർത്ത് കട്ട് ചെയ്യരുത്. അതിൻ്റെ തുമ്പ് ഇപ്പുറം കാണാൻ കണ്ടും കട്ട് ചെയ്യരുത്. ഒരു ഇതിൻ്റെ ഈ സ്റ്റിഫിൻ്റെ ഹാഫ് ഭാഗത്തിൻ്റെ അവിടെ നിൽക്കാൻ കണ്ട് കട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഈ ഗ്ലൂ ഗണ്ണ് മാക്സിമം ചൂടായിട്ട് ഹീറ്റായതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ ഇതിൻ്റെ ഗ്ലൂ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ വന്നു തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരും. അപ്പോൾ നല്ലോണം ഹീറ്റായതിന് ശേഷം മാത്രമാണ് ഈ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോരില്ല. നല്ല കറക്റ്റ് അപ്പം തന്നെ ഫ്ലവർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു പോരില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.
ചെയ്ത് നോക്കണവരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബെഞ്ച് വാങ്ങിച്ച് വെച്ച് എല്ലാ കളറും 1-2 കളറ് വാങ്ങിച്ച് വെച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതനുസരിച്ച് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സെറ്റാവുമെങ്കിൽ മാത്രം ഒരു പാക്കറ്റായിട്ടൊക്കെ വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി ഫോം ഫ്ലവറും കൊണ്ട് പല മോഡലിൽ ഞാനെല്ലാം വാങ്ങിക്കുകയാണ് ചെയ്യണേ. ഫോം ഫ്ലവറിൻ്റെ ഷീറ്റ് വാങ്ങിച്ച് നമുക്ക് പല മോഡലിൽ കട്ട് ചെയ്തത് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഈ ഓരോ ഫ്ലവറും വാങ്ങിക്കുകയാണ്. ആ ഫ്ലവറിൽ പല മോഡലിൽ ക്ലിപ്പുകളും ഹെയർ ബാൻഡുകളും ടിക് ടാക്കും ഒക്കെ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ സെറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഇടണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.